ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിലുള്ള ഒരു ഷെയ്ക്കായിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ടൈപ്പിലുള്ള ഒരു ഷെയ്ക്കാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഷെയ്ക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അടിക്കുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കട്ടപ്പാലാണ് വേണ്ടത്. ഞാൻ ഇവിടെ നല്ല കട്ടിയായിട്ടുള്ള പാല് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പഴമാണ്. പഴം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ചേർക്കാതെ നല്ല ടേസ്റ്റാണ് ഈ ഷേക്ക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ് അത് വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കിയാൽ. പിന്നെ നമുക്ക് നട്ട്സ് ഏതെങ്കിലും എടുക്കാം. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സഡ് ജാറിലോട്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമ്മൾ എത്രയാണോ ഷേക്ക് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ബിസ്ക്കറ്റ് കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും, നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക. പഴം ഓപ്ഷണലാണ്, പഴം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഴം ചേർക്കുന്ന സമയത്ത് വേറൊരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. പഴം ചേർത്തില്ലെങ്കിൽ ശരിക്കും പക്ക ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 2 പഴം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ചെറിയ പഴമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റിനും മധുരമുണ്ട്, പഴത്തിനും മധുരമുണ്ട്, അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, കട്ടയാക്കിയ പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ലൂസൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് പാലും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കട്ടപ്പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. ബിസ്ക്കറ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, പാലും വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. പഴം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്ക് ഈ ഷേക്കിന് കിട്ടുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.